നമസ്കാരം. ഇന്നെനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പ്രവാസിയാണോ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും ഞാൻ പ്രവാസിയൊന്നുമല്ല. കാരണം സാധാരണയായി പ്രവാസി അഥവാ എക്സ്പാട്രിയേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് നാട് വിട്ടുപോയി വിദേശത്ത് താമസിക്കുന്നവരെയാണ്. പ്രവാസി എന്ന് അവരെ വിളിക്കാൻ കാരണം എന്നെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരും എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. ഒരു പ്രവാസി അല്ലാതെയായി മാറുന്നത് അവർ ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമ്പോഴാണ്. അവരുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരുമൊത്ത് വീണ്ടും ഒത്തുചേരുമ്പോഴാണ്. ഇതാണ് പൊതുവെയുള്ള അഭിപ്രായം. എങ്കിലും ശരിക്കും ആരാണ് പ്രവാസി? സ്വന്തം കേന്ദ്രം അഥവാ സെൻറ്ററിൽ നിന്നും വിട്ടുപോയ വ്യക്തിയാണ് പ്രവാസി. സ്വന്തം അച്ചുതണ്ടിൽ നിന്നും തെന്നിമാറിയ വ്യക്തിത്വ ബോധമാണ് പ്രവാസി. അകാരണമായ സന്തോഷം, അതായത് കോസ്ലെസ് ജോയ്, എപ്പോഴും ലഭ്യമാകുന്ന നമ്മുടെ അസ്തിത്വ ബോധത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ നമ്മൾ പ്രവാസികളായി മാറുന്നു. വീട്ടിലെല്ലാവരുമുണ്ട്, പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ എനിക്കുണ്ടാകുമ്പോൾ ഞാൻ പ്രവാസിയാണ്. പുറമെ നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എന്നാൽ മനസ്സിൽ ചിന്തകളുടെ അതിപ്രസരമാണ്. വേണ്ടാത്ത ചിന്തകൾ അലയടിക്കുന്നത് കാരണം വേണ്ട ചിന്തകൾ തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പ്രവാസികൾ തന്നെ. മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്നു സംസാരിക്കാൻ നല്ല സുഹൃത്തുക്കളോ മറ്റ് ആളുകളോ ഇല്ല. അപ്പോൾ നമ്മൾ പ്രവാസികളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ജീവൻ കുടികൊള്ളുന്ന ഹൃദയകേന്ദ്രം അഥവാ ഹാർട്ട് സെൻറ്ററിൽ നിന്നും നമ്മൾ വഴുതി മാറുമ്പോഴാണ്. അങ്ങനെ ഹൃദയകേന്ദ്രത്തിൽ നിന്നും നമ്മൾ വഴുതിപ്പോകാൻ കാരണം അജ്ഞതയാണ്, ഇഗ്നൊറൻസ്. സത്യത്തെക്കുറിച്ചുള്ള ധാരണക്കുറവാണ് ഇഗ്നൊറൻസ്. യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം എവിടെ ആണ് എന്ന് നമ്മൾ മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ പ്രവാസികളായി മാറുന്നു. സ്വന്തം നാട്ടിലായാൽ പോലും അത് മനസ്സിലാക്കിയിട്ടുള്ളവർ വിദേശത്ത് സ്ഥിരതാമസമാണെങ്കിലും പ്രവാസികളല്ല. നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയ കേന്ദ്രത്തിലേക്കുള്ള വഴി അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ്. ഞാൻ എന്ന പരമമായ സത്യം കുടികൊള്ളുന്ന ഒരിടം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ കേന്ദ്രം. പുറമെയുള്ള ആളുകളും വസ്തുക്കളും അവസ്ഥകളും നമ്മുടെ കേന്ദ്രത്തിന് പുറത്തായതിനാൽ നമ്മുടെ സന്തോഷം അവയിൽ അധിഷ്ഠിതമല്ല എന്ന തിരിച്ചറിവ് പ്രവാസ ജീവിതത്തോട് വിട പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ഹൃദയ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ ആളുകളും വസ്തുക്കളും അവസ്ഥകളും നമ്മെ അന്വേഷിച്ച് വന്നു തുടങ്ങും. അവർ നമ്മിലേക്ക് അടുത്തു തുടങ്ങും. അപ്പോൾ നമുക്ക് പറയാം നമ്മൾ പ്രവാസികളല്ല. ഈ മനോഹരമായ ജീവിതയാത്രയിൽ താങ്കൾക്കും താങ്കളുടെ ഹൃദയ കേന്ദ്രത്തിലേക്ക് വഴി കണ്ടെത്താൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.